ഇന്നത്തെ സൂം മീറ്റിംഗിന്റെ വിഷയം മാഗ്നറ്റോറോപ്പിയാണ്. ഒരു യൂണിവേഴ്സൽ സയൻസിന്റെ ഭാഗമാണ് മാഗ്നറ്റിക് എനർജി. ഇന്നിപ്പോ ആധുനിക വൈദ്യശാസ്ത്രം ഏറ്റവും കൂടുതൽ നോക്കുന്നത് മാഗ്നറ്റോറോപ്പിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. കാരണം അത്രയും ഹീലിംഗ് നമ്മുടെ മാഗ്നറ്റോറോപ്പിയിൽ കിട്ടുന്നുണ്ട്. ഈ മാഗ്നറ്റോറോപ്പി എന്ന് പറഞ്ഞൊരു പുതിയ ചികിത്സാ സമ്പ്രദായമല്ല. അറിയപ്പെടുന്ന രേഖകൾ വെച്ച് നോക്കുമ്പോൾ അഥർവവേദത്തിൽ ഒരു അധ്യായം തന്നെ മാഗ്നറ്റോറോപ്പിയെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അഥർവവേദത്തിൽ ഒരു അധ്യായം തന്നെ മാഗ്നറ്റോറോപ്പിയെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള ഒന്നാണ് മാഗ്നറ്റോറോപ്പി. യൂണിവേഴ്സൽ സയൻസിന്റെ ഭാഗമാണ്. ഇനി സിദ്ധവൈദ്യത്തിലും മാഗ്നറ്റോറോപ്പിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സിദ്ധവൈദ്യത്തിൽ പറയുന്ന കാര്യം, ഇരുമ്പിനേക്കാൾ 100 മടങ്ങ് കഴിവ് ഉരുക്കിനുണ്ട്, ഉരുക്കിനേക്കാൾ 100 മടങ്ങ് കഴിവ് കാന്തത്തിനുണ്ട്. ആ കാലഘട്ടത്തിലെ കാന്തം എന്ന് പറഞ്ഞാൽ ബയോമാഗ്നറ്റ് ആണ്. ഭൂമിക്ക് മുകളിൽ വിളയുന്ന നാച്ചുറൽ ആയിട്ടുള്ള ബയോമാഗ്നറ്റ് ആണ്. സിദ്ധവൈദ്യത്തില് മാഗ്നറ്റോറോപ്പി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഈ ബയോമാഗ്നറ്റ് നീറ്റി ഉണ്ടാക്കുന്ന ഭസ്മം, അതിന്റെ കാന്തലോഹ ഭസ്മം എന്നാണ് പറയുന്നത്. പല ചികിത്സയിലും അത് ഉപയോഗിക്കുന്നുണ്ട്. പൊറുക്കാത്ത വ്രണങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ചികിത്സയിൽ ഈ കാന്തലോഹ ഭസ്മം ഉപയോഗിക്കുന്നുണ്ട്. സിദ്ധവൈദ്യം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും വേണ്ടിയുള്ള ഒരു വൈദ്യശാസ്ത്രമാണ്. അതിൽ ആയുസ് വർദ്ധിപ്പിക്കാനും ആരോഗ്യം വർദ്ധിപ്പിക്കാനും യൗവനം നിലനിർത്താനും കാന്തലോഹ ഭസ്മം ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ ഹോമിയോയുടെ ഉത്ഭവം നമ്മളെ ഹാനിമാനിൽ നിന്നാണ്. ഡോക്ടർ ഹാനിമാനിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഹോമിയോ അധ്യായം മാഗ്നറ്റോറോപ്പിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് ഈശ്വരന്റെ വരദാനമുള്ള ഒന്നാണ് മാഗ്നറ്റോറോപ്പി എന്ന് അദ്ദേഹം പറയുന്നത്. അവിടെയും കാന്തം ആവർത്തിച്ച് മരുന്നുണ്ടാക്കി പല രോഗശമനത്തിനു വേണ്ടി കാന്തത്തിൽ നിന്നുള്ള മരുന്ന് ഉപയോഗിക്കുന്നു. അപ്പൊ മാഗ്നറ്റോറോപ്പി എന്നുള്ളത് ഒരു പുതിയ ചികിത്സാ സമ്പ്രദായമല്ല, പുരാതനമായ ഒരു ചികിത്സാ സമ്പ്രദായം. ഇത് യൂണിവേഴ്സൽ സയൻസിന്റെ ഭാഗമാണ്. ഇത് ഇത്രയും വ്യാപകമാക്കി മാറ്റിയത് സ്വിറ്റ്സർലൻഡിൽ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സാർസ് പറയുന്ന ആ കാലഘട്ടത്തിലെ പ്രശസ്തനായ ഒരു ഫിഷോകാരനായിരുന്നു. അദ്ദേഹം 100% രോഗശമനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഉത്തരമില്ലാത്ത അനേകം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് എന്തുകൊണ്ട് മാഗ്നറ്റിക് എനർജി സാധിക്കുന്നു എന്ന കാര്യത്തിൽ അദ്ദേഹം ഗവേഷണം നടത്തി. ആ ഗവേഷണത്തിന്റെ ഫലമായിട്ടാണ് മനുഷ്യ ശരീരത്തിൽ കോടാനുകോടി കോശങ്ങളുണ്ട്. ആ കോശങ്ങൾക്ക് ഒരു സെൽ വോൾട്ടേജ് ഉണ്ട്. ആ സെൽ വോൾട്ടേജിൽ വരുന്ന വ്യതിയാനമാണ് ശരീരത്തിന്റെ ഡിസോർഡർ. ആ സെൽ വോൾട്ടേജിനെ കറക്റ്റ് ചെയ്യാനും ശരീരത്തിന്റെ ഡിസോർഡറിനെ ഓർഡർ ആക്കാനും മാഗ്നറ്റിക് എനർജിക്ക് സാധിക്കുന്നുണ്ട് എന്ന് ലോകത്തെ ആദ്യമായിട്ട് അറിയിച്ചത് ഡോക്ടർ സാർസ് ആണ്.